ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ട്രെൻഡിങ് ആണ്. ഈസി ആയിട്ട് ജസ്റ്റ് ഒരു 1 ക്ലിക്ക് കൊണ്ട് നമുക്ക് നമ്മുടെ CapCut ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് ഒരു റീൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസ് അതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഫോട്ടോസോ വീഡിയോസോ ആഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഇതേപോലത്തെ ട്രെൻഡിങ് ട്യൂട്ടോറിയൽസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും സാധനം. അപ്പോൾ നിങ്ങൾ ആ ഒരു ടെംപ്ലേറ്റിന്റെ ലിങ്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. നേരെ ആ ഒരു ടെംപ്ലേറ്റ് നമ്മുടെ CapCutലേക്ക് അത് ഓപ്പൺ ആവും. കണ്ടോ, ഇങ്ങനെയാണ് ആദ്യം കാണിക്കുക. എന്നിട്ട് ഈ ഒരു യൂസ് ടെംപ്ലേറ്റ് ഇൻ CapCut എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ CapCutലേക്ക് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ടെംപ്ലേറ്റിൽ യൂസ് ചെയ്തുള്ള ഓഡിയോ പറയുക വേറൊരു ഓഡിയോ ആണ്. പിന്നെ നമ്മൾ അതിലേക്ക് വേറെ ഈ ഒരു റീലിൽ യൂസ് ചെയ്തുള്ള ഓഡിയോ അതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ടെംപ്ലേറ്റ് കാണിക്കില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ CapCutൽ എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ എഫക്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൂള് നമ്മുടെ സെറ്റിംഗ്സിൽ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യലുണ്ട്. അത് നിങ്ങൾ എനേബിൾ ചെയ്യണം. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയണില്ല, ഇടയ്ക്ക് അത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ യൂസ് ടെംപ്ലേറ്റ് കൊടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസ് അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇനി ഫോട്ടോ ആണെങ്കിൽ വീഡിയോ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഫസ്റ്റ് നമ്മുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോ, പിന്നെ ഇപ്പോഴത്തെ ഫോട്ടോ ആഡ് ചെയ്യുക. 2 ഫോട്ടോ മതി, അല്ലെങ്കിൽ 2 വീഡിയോ മതി. ഇനി ഒരു വീഡിയോ ഒരു ഫോട്ടോ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് പറയുന്നത് ഇത് നമുക്കൊന്ന് കറക്റ്റ് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ആദ്യം നമ്മുടെ ഫസ്റ്റത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. ക്രോപ്പിൽ പോയിട്ട് നമുക്ക് വേണ്ട രീതിക്ക് അതിൽ നിന്ന് ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം ക്രോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും 2 ഫോട്ടോൻ്റെയും ഫേസ് ഒരേ ലെവലിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സാധനം നൈസാകാരം. അപ്പോൾ ഞാൻ ഈ ഒരു ലെവലിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു ഫോട്ടോ ആണ്. ഇത് ഞാൻ ഏകദേശം ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ. ജസ്റ്റ് നമ്മളൊരു ഫേസ് ഏകദേശം ആ ഒരു ഫോട്ടോയിൽ ഈ ഒരു ലെവലിലേക്കാണ് വെച്ചിട്ടുള്ളത് നമ്മളൊരു ഫേസ്. അപ്പോൾ ഞാൻ ഇതും അതേപോലെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു ഏകദേശം ഒരു ലെവലിലേക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതൊന്നും ഞാൻ ചെയ്യണില്ല, കണ്ടില്ലേ. ഇപ്പോൾ സാധനം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ ഓഡിയോ മാറ്റണമല്ലോ. അപ്പോൾ ഈ മേലത്തെ ഒറിജിനൽ സെലക്ട് ചെയ്തിട്ട് ഇതിലത്തെ ഈ ഒരു എക്സ്ട്രാക്റ്റ് ഓഡിയോ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഓഡിയോ ആഡ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഒരു വീഡിയോ കാര്യം നിങ്ങൾ എക്സ്ട്രാക്റ്റ് ആക്കി യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഓഡിയോ ഇപ്പോൾ ഇവിടെ സെറ്റായി. ഇനി എക്സ്പോർട്ട് കൊടുത്തിട്ട് ഇതിലത്തെ ഈ ഒരു ടിക്ടോക്കിൻ്റെ ലോഗോ ഉള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഗാലറിക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഈസിയാണ്. ട്രൈ ചെയ്ത് നോക്കി നോക്കുക. കൂടുതൽ വീഡിയോസിനെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.